തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. എമ്മാവൂസിലേക്കുള്ള വഴിയാണ് പ്രമേയം. യെരുശലേമിൽ നിന്ന് എമ്മവൂസിലേക്ക് 2 പേർ കലങ്ങിയ മനസ്സുമായി യാത്ര ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ ഒരു പകൽ മുഴുവൻ അവരോടൊപ്പം യാത്ര ചെയ്ത് കുലുക്കമില്ലാത്ത പുതുവഴിയിലേക്ക് അവരെ തിരിച്ചുവിടുന്ന വേദഭാഗമാണിത്. സഹവാസം മനുഷ്യനിൽ 2 തരം പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാം. ഒന്ന്, തണുത്ത സ്നേഹത്തിന്റെ ഇരകളായി ജീവിക്കേണ്ടി വരിക എന്നതാണ്. ഏറെ കൊതിച്ച് ഒരുമിച്ച് സഹവസിച്ചു തുടങ്ങുന്ന എത്രയോ ദാമ്പത്യങ്ങൾ പിന്നീട് പഴയ സ്നേഹത്തിന്റെ ഊർജത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുമിച്ച് സഹവസിക്കുമ്പോഴും തുറക്കപ്പെടാത്ത സ്നേഹവുമായി ഒരായുസ് മുഴുവൻ ജീവിക്കേണ്ടി വരിക, കൂടെയുള്ള ആളുകളുടെ നന്മ കാണാതെ, തുറന്ന ഒരു ഇടപെടൽ പോലുമില്ലാതെ അവസാനം നമ്മളൊക്കെ മടങ്ങിപ്പോകേണ്ടി വരിക എന്നത് എന്തൊരു ദുർവിധിയാണ്. സ്നേഹിക്കുവാൻ 100 കാരണങ്ങൾ അന്വേഷിച്ച് സഹവാസം തുടങ്ങുന്നവർ പിന്നീട് സ്നേഹിതരാകാതിരിക്കുവാൻ 100 കാരണങ്ങൾ അന്വേഷിച്ച് മുഖം മ്ലാനമാക്കുന്നു. നമ്മുടെ ഒപ്പം സഹവസിക്കുന്നവരോട് പോസിറ്റീവ് എനർജിയുടെ ഒരു സ്വാധീനവും ചെലുത്താത്തവരായി നാം ജീവിക്കുന്നു. അതാണ് സഹവാസം കൊണ്ട് സ്നേഹം തണുത്തു പോകുന്ന പരിതാപകരമായ 1ാമത്തെ അവസ്ഥ. സഹവാസത്തിന്റെ 2ാമത്തെ പ്രതിഫലനം ഒരു പുതുജീവൻ സൃഷ്ടിക്കുവാനുള്ള സാധ്യതയാണ്. ആരോടൊപ്പമായിരിക്കുന്നുവോ അയാൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം ഏറെ ഗുണപരമായിരിക്കും. ഈ 2 ശിഷ്യന്മാരും അപരിചിതനോട് ഒരുമിച്ച് ആവശ്യപ്പെടുന്നു, ഞങ്ങളോടുകൂടെ താമസിക്കുക എന്ന്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള സഹവാസത്തിലൂടെ അവരുടെ ഹൃദയം ജ്വലിക്കുകയും നയനങ്ങൾ തുറക്കപ്പെടുകയും ഉൾക്കാഴ്ചകളാലും തിരിച്ചറിവുകളാലും നിറയപ്പെടുകയും യെരുശലേം എന്ന കർമ്മഭൂമിയിലേക്ക് അതിവേഗം ബഹുദൂരം തിരികെ പോവുകയും ചെയ്യുന്നു. സക്കായിയോട് യേശു പറയുന്നു, എനിക്ക് നിന്നോടുകൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് പേരോട് ഇടപെട്ടിട്ടും ഒറ്റപ്പെട്ടു പോയവനായ സക്കായിയോടൊത്ത് യേശു താമസിക്കുമ്പോൾ സഹവാസത്തിന്റെ ഫലം സക്കായി അനുഭവിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ശമറിയ ഗ്രാമക്കാരുടെ കഥ അറിയാമല്ലോ. അവരൊന്നടങ്കം യേശുവിനോട് ആവശ്യപ്പെടുന്നു, തങ്ങളോടൊപ്പം സഹവസിക്കണമെന്ന്. 2 പേർ ഒരുമിച്ച് സന്തോഷത്തോടെ തുടങ്ങിയതാണ് ഏദനിലെ ജീവിതം. അവരോടൊത്ത് സഹവസിക്കുവാൻ 2 പേർ ആ തോട്ടത്തിലേക്ക് വിരുന്നു വന്നു. 1, വൈകിയ നേരങ്ങളിൽ ദൈവം. 2, ഇരുട്ടിന്റെ മറവിൽ പിശാച്. ആദ്യ മാതാപിതാക്കൾ 2ാമത്തെ ആൾക്കാണ് ഹൃദയവാതിൽ തുറന്നു കൊടുത്തത്. ആ സഹവാസത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. ഞാൻ ആരെയാണ് സഹവാസത്തിന് ക്ഷണിക്കുന്നത്? എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ ഞാനും വിളിക്കും, വരിക, എന്നോടൊപ്പം താമസിക്കുക. യേശുവിനായി വാതിൽ തുറന്നു കൊടുത്താൽ അത് ഒരു പുതുവാസമായി തീരും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.